ചില പൂർവ്വ വിദ്യാർത്ഥികളടക്കം വന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്തും ഇതേ രീതിയിൽ തന്നെ ഇതുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇക്കാര്യങ്ങളൊന്നും നോക്കാതെ, ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അക്കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു വീട്ടിലെ 2 നക്ഷത്രങ്ങൾ, അതിലൊരെണ്ണം ഇന്നലകളിൽ ഇല്ലാതെയായി. വേണമെങ്കിൽ ഇല്ലാതെയാക്കി എന്നും പറയാം. അധികാരികളുടെ അനാസ്ഥയാണ്, സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണ്, ആ നാട്ടിലെ ജനങ്ങളുടെ അനാസ്ഥയാണ്, മാധ്യമ ചാനലുകളുടെ അനാസ്ഥയാണ്. ആ ഒരു നാട്ടിൽ ഞാനുണ്ടെങ്കിൽ അതെൻ്റെയും അനാസ്ഥയാണ്. കാരണം ഈ ഒരു അപകടം വരുന്നതിന് മുമ്പ് ഇതാരും കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പേ ആ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ അതവിടെ ഉണ്ട്, അതാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനൊരു അപകടം വരണമായിരുന്നു, അതറിയാം. ചാനലുകൾക്ക് ഇന്നത്തേക്കൊരു വാർത്തയാണ്. നഷ്ടപ്പെട്ടത് അവരുടെ എന്നേക്കുമായ അവരുടെ ഒരു സ്വപ്നമാണ്. വീട്ടിലെ ബുദ്ധിമുട്ടും വീട്ടിലെ കടങ്ങളും എല്ലാം നികത്താൻ വേണ്ടി മാതാവ് വിദേശ രാജ്യത്ത് വേദനിച്ച് ജോലി ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. നാളുകളിൽ എന്നെ താങ്ങായും തണലായി നിർത്താൻ എൻ്റെ 2 മക്കളുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരെണ്ണം ഇന്നലകളിൽ വിട പറഞ്ഞു. ചാനൽ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ചാനൽ മാധ്യമങ്ങൾക്ക് ഒരു ടീമിനെ രൂപീകരിക്കാം. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടീമിനെ രൂപീകരിച്ചിട്ട് വരാനിരിക്കുന്ന അപകടങ്ങൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യാം. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു. അന്നൊന്നും ഒരു മന്ത്രിയും രാജിവെച്ച് കണ്ടില്ല. റോഡിലെ ഗട്ടറുകളിൽ ബൈക്ക് യാത്രികനും വയോധികന്മാരും വൃദ്ധന്മാരും വീണ് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അന്നും ഒരു മന്ത്രിയും രാജിവെച്ച് കണ്ടില്ല. ഇന്ന് ആ ഒരു സ്കൂളിലെ ഹെഡായിട്ടിരിക്കുന്ന ഒരു അധ്യാപികയുടെ രാജി, അവരുടെ ജോലിയിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സ്കൂളിന് വേണ്ടി പുതിയൊരാൾ വരും. നാളെ ഒരു പക്ഷേ മതിൽ ചാടി ഒരു കുട്ടിയുടെ കാലിടിഞ്ഞു, അവരെയും നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. അതല്ല വേണ്ടത്. പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷത്തിനും ഇതിനൊക്കെ ഒരു ബാധ്യതയാണ്. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അവർക്ക് മുൻകൂട്ടി കാണാം. മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ ജനങ്ങളിലെത്തിക്കാം. അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാം. കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോഴും കറണ്ട് കമ്പിയിൽ കൊണ്ട് കുട്ടിയുടെ ജീവൻ പൊലിയുമ്പോഴും മാത്രമല്ല, അതെല്ലാം മുൻകൂട്ടി കാണാനുള്ള അവകാശവും അധികാരവും പ്രതിപക്ഷത്തിനുമുണ്ട്. ഭരണപക്ഷത്തെ താഴെയിറക്കാൻ പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ താഴെയിറക്കാൻ ഭരണപക്ഷവും ഇതിനിടയിൽ കിടന്നു കുരുങ്ങുന്ന സാധാരണ ജനങ്ങളും. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഭരണപക്ഷം താഴെയിറങ്ങിയാൽ പ്രതിപക്ഷം ഭരണത്തിൽ കയറും. അന്നെന്ത് സംഭവിക്കും? ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ റോഡുകളും ഈ കാടുകളും ഈ വയലുകളും ഈ പൊളിയാൻ കിടക്കുന്നതും പൊളിഞ്ഞതുമായ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. രാജ്യം നന്നാക്കാനും നാട് നന്നാക്കാനുമാണെങ്കിൽ ഭരണം വേണമെന്നുണ്ടോ? വേണ്ട. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഭരിക്കുന്നവനും കാണിക്കാം, ഭരിക്കാത്തവനും കാണിക്കാം. നമുക്ക് വേണ്ടത് ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശമാണ്. രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ ദൈവം താഴേക്ക് വന്നിട്ട് ഒരുത്തൻ്റെ ജീവൻ എടുക്കുന്നത്. നാളെയുടെ സുന്ദരമായ ദിവസങ്ങൾ നല്ല രീതിയിൽ പുലരാൻ നമ്മുടെ കുടുംബത്തും നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും ഒക്കെയുള്ള നമ്മുടെ മക്കളുടെ ആ ചിരി മായാതിരിക്കാൻ എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം, ഒറ്റക്കെട്ടായി നിൽക്കാം. രാഷ്ട്രീയം അത് മനസ്സുകളിൽ ഇലക്ഷൻ സമയത്ത് നമ്മൾ കുത്തുന്ന ആ ഒരു നമ്മളുടെ അവകാശം അന്നേരം മാത്രമായിക്കോട്ടെ. പ്രതിഷേധിക്കാം, പ്രതികരിക്കാം. എന്തിനു വേണ്ടിയിട്ടാവണം? അധികാരത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ഇന്ന് ഈ ഒരു അപകടം നടന്നത് തേവലക്കരയിലാണെങ്കിൽ നാളെ അത് മറ്റ് ജില്ലകളിലും ആവാം. പല സ്കൂളുകളിലും ഒളിഞ്ഞിരിപ്പുണ്ട് ഇതുപോലെ പല രീതിയിലുള്ള അപകടങ്ങൾ. നമ്മുടെ നാട്ടുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഇനിയുമുണ്ട്. ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട്. തകർന്നു വീഴാറായി നിൽക്കുന്ന പാലങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ മുന്നിൽ കാണണം. ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല,
അപകടം വന്നിട്ട് നമുക്ക് ബന്ദാക്കാം അല്ലെങ്കിൽ സമരം നടത്താമെന്ന് പറയുന്ന ഒരു ശീലം മാറ്റിവെക്കണം.